ലോക പോലീസിന്റെ ഇന്നത്തെ സാഹചര്യം ഓർക്കുമ്പോൾ ചിരിക്കാനും വയ്യ, കരയാനും സാധിക്കുന്നില്ല. ലോക പോലീസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കഥയാണ് നമ്മൾ പറയുന്നത്. ട്രംപ് തുർക്കിയിൽ നിന്ന് ഇറാനെ ഭയന്ന് രക്ഷപ്പെട്ടത് കാറ്ററിംഗ് സർവീസിന്റെ വാഹനത്തിലാണ് എന്ന് പറയുമ്പോൾ ഈ ട്രംപിനുണ്ടായ അപമാനത്തെക്കുറിച്ചാണ് ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇറാൻ ട്രംപിനെ വധിക്കുമെന്ന ഭീതി, അത്തരത്തിലുള്ള ഒരു നീക്കം ഇറാൻ തുർക്കിയിൽ വെച്ച് നടത്തുന്നു. അവിടെ തുർക്കിയിലുണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് രക്ഷപ്പെട്ടതിന്റെ നാടകീയമായ രംഗങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ്, അതുപോലെ തന്നെ വാൾ സ്ട്രീറ്റ് ജേണൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പത്രങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രയേലിന്റെ തന്നെ പത്രമായ ചാനൽ 15 ചർച്ചയും അത് തന്നെയാണ്. ട്രംപ് പോകുന്ന വിമാനം ആക്രമിക്കപ്പെടാൻ പോകുന്നു, ട്രംപിനെ വധിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന വാർത്ത ലഭിച്ച അടിസ്ഥാനത്തിൽ അടിയന്തരമായി ചില നീക്കങ്ങൾ നടത്തുകയുണ്ടായി. ട്രംപിനെ കയറിയ വിമാനത്തിൽ നിന്നും അപ്പുറത്ത് പിൻഭാഗത്തുകൂടെ കാറ്ററിംഗ് സർവീസിന്റെ വാഹനത്തിൽ ട്രക്കിൽ കയറ്റി മറ്റൊരു വിമാനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അങ്ങനെ ആ വിമാനം നേരെ ബ്രിട്ടനിലേക്ക് പറക്കുകയും അവിടെ നിന്ന് ട്രംപിന്റെ വിമാനത്തിൽ നേരെ അമേരിക്കയിലേക്ക് പറക്കുകയുമാണ് ചെയ്തത് എന്നാണ് ചാനലുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഏറ്റവും ലോകത്തെ സെക്യൂരിറ്റി ലഭിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരാളായിരിക്കണം അമേരിക്കൻ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത്. കാരണം ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രം അല്ലെങ്കിൽ ഏറ്റവും വലിയ ശക്തി എന്ന പേരിൽ അറിയപ്പെടുന്ന, ലോക പോലീസ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന അമേരിക്ക, ആ അമേരിക്കയുടെ പ്രസിഡന്റ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ ആ ട്രംപാണ് ഇറാൻ ആക്രമിക്കുമോ എന്ന് ഭയന്ന് മാറി ട്രക്കിൽ കയറി സഞ്ചരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഇവിടെ ചാനൽ 15 പറയുന്നത് ഇറാൻ വിജയഗാഥ രചിക്കുകയാണ് എന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇറാന്റെ ഭീഷണികളിൽ അതിജയിക്കാൻ കഴിയാതെ ട്രക്കുകളിലും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളിലും കയറി ഒളിഞ്ഞു മാറേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. ഈ വാർത്തകൾ എവിടെ നിന്ന് വന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രയേലിന്റെ മൊസാദും അതുപോലെ തന്നെ CIA ഒക്കെയാണ് ഈ വാർത്തകൾ പുറത്തുവിടുന്നത്. ആദ്യം ഈ കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയത് മൊസാദാണ്. ആ സമയത്ത് അമേരിക്ക തള്ളിക്കളയുകയായിരുന്നു. അത്തരത്തിൽ ട്രംപിനെ വധിക്കാനുള്ള ശ്രമം ഇറാൻ നടത്തുന്നു എന്ന് തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് അത് ശരിവെക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് CIA ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത്തരത്തിലുള്ള ഒരു വിമാനത്തിൽ നിന്നും ട്രക്ക് മുഖേന കാറ്ററിംഗ് സർവീസ് വാഹനത്തിലൂടെ മറ്റു വിമാനത്തിലേക്ക് എത്തിച്ചു എന്നത് അത്തരം ഒരു സാഹചര്യമായിരിക്കണം. അതിനെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ പറയുന്നത്, ട്രംപ് അമേരിക്കയിലേക്കുള്ള വിമാനത്തിൽ തുർക്കിയിൽ നിന്ന് കയറിയതിനു ശേഷം പോർട്ടബിൾ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട്, അതായത് സാധാരണ വിമാനങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ചുമലിൽ കൊണ്ടുപോകാൻ പറ്റിയ മിസൈലുകൾ, സ്റ്റിംഗർ പോലുള്ള അമേരിക്കയുടെ സംവിധാനമാണ് സ്റ്റിംഗർ, അതുപോലുള്ള ഒരു പോർട്ടൽ മിസൈൽ സംവിധാനവുമായി ഒരാൾ ട്രംപിന്റെ വിമാനത്തെ ലക്ഷ്യം വെക്കാൻ വേണ്ടി നീങ്ങുന്നത് ദൃഷ്ടിയിൽപ്പെട്ടു. ആ രഹസ്യാന്വേഷണ വിഭാഗത്തിന് അത്തരത്തിലുള്ള ഒരു നീക്കം മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ചില നാടകീയമായ രംഗങ്ങൾ ഉണ്ടായത് എന്നുമാണ് ന്യൂയോർക്ക് ടൈംസ് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ലോക മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ച, ട്രംപ് ഇത്രയും വലിയ രൂപത്തിൽ നിസ്സാരനും നിന്യനുമായി ഇറാന്റെ മുന്നിൽ മാറുകയാണോ എന്നാണ്. അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരായ പല ആളുകൾക്കും ഉപകാരപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2 പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് തന്നെ പലപ്പോഴും എൻക്വയറി നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയുന്നില്ല, ക്ലാസ് 4ലോ 5ലോ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം ഇതിലൂടെ നമുക്ക് അസസ്മെന്റ് സെഷൻ നടത്തി ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് മദ്രസ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഫ്ലുവൻ്റ് ആയി വായിക്കാനും സംസാരിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമറുകളെല്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്
അത്തരത്തിലുള്ള സിലബസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മദ്രസയോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷും ലഭിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഓൺലൈൻ രംഗത്ത്, മദ്രസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകത.